ഹലോ ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ട്രാൻസ്ഡ്യൂസർ എന്താ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽ പ്രോസസ്സിങ് എന്താണെന്നാണ്. ഓക്കെ, ഒരു സിഗ്നൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ബേസിക്കായിട്ടൊരു സിഗ്നൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ സിഗ്നൽ പ്രോസസ്സിങ് ഇപ്പോൾ ആലോചിക്കാൻ, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻപുട്ട് എടുക്കും. ഇപ്പോൾ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിന് ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഒരു വൺ ഫോമിലുള്ള സിഗ്നൽ എടുത്തിട്ട് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ ഇപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ആ ട്രാൻസ്ഡ്യൂസർ നമുക്ക് ഔട്ട്പുട്ടായിട്ടൊരു സിഗ്നൽ തന്നു. ഓക്കെ, ആ സിഗ്നൽ നമുക്ക് ഡയറക്റ്റ്ലി വേറൊരു സംഭവത്തിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരു മൈക്രോ കൺട്രോളറിലോ അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സർ ഒരു കൺട്രോളറിലേക്കൊക്കെ ഡയറക്റ്റ്ലി ഈ ട്രാൻസ്ഡ്യൂസർ തന്നൊരു സിഗ്നൽ അയക്കാൻ പറ്റുമോ? കാരണം എന്താ അറിയോ, അയക്കാൻ പറ്റുമോ അല്ലേന്ന്? പൊതുവേ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്ഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എപ്പോഴും വെരി വീക്കായിട്ടാണ് ഉണ്ടാവുക. കാരണം അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സുകളും ഡിസ്റ്റർബൻസുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സും ഡിസ്റ്റർബൻസൊക്കെ ഉള്ള ഈ വീക്ക് സിഗ്നൽ നമുക്കൊരു മൈക്രോ കൺട്രോളറിലേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വീക്ക് സിഗ്നലിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ പ്രോസസ്സിങ് ചെയ്യുന്നത്. ഓക്കെ, so signal processing is the process of handling and improving signals so that useful information can be obtained from them. Okay, അപ്പോൾ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷേ അതേപോലെ തന്നെ അതിൽ നോയ്സുകളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ നോയ്സിനൊക്കെ റിമൂവ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം എടുത്തിട്ട് ആ സിഗ്നൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് തന്നെ ചെയ്യുന്നത്. ഓക്കെ, ആ സിഗ്നൽ മേ റെപ്രസെൻറ്റ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് സിഗ്നൽ എന്താവാം, ടെമ്പറേച്ചറോ പ്രഷറോ സൗണ്ടോ ലൈറ്റോ വോൾട്ടേജോ നമുക്കറിയാം, ഹ്യൂമിഡിറ്റി എന്തും ആവാം. ഓക്കെ, in measurement systems, the signal produced by the transducer is often weak or affected by noise. Okay, അപ്പോൾ പൊതുവേ നോയ്സ് ഉണ്ടാവും ഈ സിഗ്നൽസിലൊക്കെ. ഓക്കെ, സോ സിഗ്നൽ പ്രോസസ്സിങ് നമുക്ക് എന്താക്കാൻ ഹെൽപ്പ് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ സിഗ്നലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എന്നിട്ട് അതൊരു ബെറ്റർ ഫോമിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, കമ്പ്യൂട്ടേഴ്സിനും എംബഡഡ് സിസ്റ്റത്തിനും ഇലക്ട്രോണിക് ഡിവൈസസിനൊക്കെ അത് ആ സിഗ്നൽ ആക്സെപ്റ്റ് ചെയ്യാനും ആ സിഗ്നൽ മനസ്സിലാക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഫോമിലേക്കാക്കി കൺവേർട്ട് ചെയ്യും. സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ഔട്ടായിട്ട് അങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഓക്കെ, സോ ഈ സെൻസർ എന്താക്കും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ഭയങ്കര സ്മോൾ വീക്ക് സിഗ്നലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിഗ്നൽ പ്രോസസ്സിങ് ചെയ്യണം. അതായത് അതിൽ അൺവാണ്ടഡ് നോയ്സുകൾ റിമൂവ് ചെയ്യണം, സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടണം, അതിനെ ഡിജിറ്റൽ ഫോമിലേക്കൊക്കെ ആക്കണം, എന്നാലേ അത് കമ്പ്യൂട്ടറിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സിഗ്നൽ പ്രോസസ്സിംഗ് ഈസ് റിക്വയർഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സിഗ്നൽസ്. അതായത് ക്ലിയർ അല്ലാത്ത സിഗ്നൽസൊക്കെ ബെറ്റർ ആക്കുക, റിമൂവ് അൺവാണ്ടഡ് നോയ്സ്. ഇപ്പോൾ നമ്മളൊരു റേഡിയോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നോയ്സുകൾ ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയോ വേറെ സൗണ്ടിൻ്റെ ഒക്കെ മിക്സുകളൊക്കെ. സോ അതൊക്കെ റിമൂവ് ചെയ്യുക. പിന്നെ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് വീക്ക് സിഗ്നൽസ്. പിന്നെ കൺവേർട്ട് അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ. അതായത് ഇപ്പോൾ റിയൽ വേൾഡ് സിഗ്നൽസൊക്കെ അനലോഗാണ്, പക്ഷേ കമ്പ്യൂട്ടേഴ്സിനും മൈക്രോ കൺട്രോളേഴ്സിനൊക്കെ ഡിജിറ്റൽ സിഗ്നൽസേ മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് ഈ അനലോഗ് ഡാറ്റനൊക്കെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യണം. പിന്നെ അതൊക്കെ ഈ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ഇൻക്ലൂഡഡ് ആട്ടോ. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുക സെൻസേഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നൊക്കെ. പിന്നെ സ്റ്റോറേജും ട്രാൻസ്മിഷനും അനാലിസിസൊക്കെ. ഓക്കെ, സോ ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി പുതിയ ആയിട്ടുള്ള സിഗ്നലിനെ സ്റ്റോർ ചെയ്യുക, അത് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ ഡിസ്പ്ലേ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതൊക്കെയാണ് സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് അനലോഗ് സിഗ്നൽ ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽ എന്താ, ഡിജിറ്റൽ സിഗ്നൽ എന്താ, ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതിൻ്റെ ഗ്രാഫൊക്കെ. ഓക്കെ, സോ നമ്മൾ ചുറ്റും കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ഉണ്ട്, സൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈറ്റ് ഉണ്ട്. അതൊക്കെ എന്താ, അനലോഗ് സിഗ്നൽസ് ആണ്. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് സിഗ്നൽസ് ഹൂസ് വാല്യൂസ് ചേഞ്ചസ് സ്മൂത്ത്ലി വിത്ത് ടൈം. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ 30 40 അല്ലെങ്കിൽ 30 ഡിഗ്രിയുള്ള പെട്ടെന്ന് 20 ഡിഗ്രി അങ്ങനെ ആവില്ലല്ലോ. ഒരു ഡേ ഇപ്പം അന്നൊരു 37 38 ആ ഒരു റേഞ്ച് ആവും, നാളെ ചിലപ്പോൾ ഒരു 38 39 അങ്ങനെയല്ലേ ടെമ്പറേച്ചറൊക്കെ പൊതുവേ മാറുള്ളൂ. അത് പെട്ടെന്ന് ഒറ്റ ദിവസം നമ്മൾ ഈ വെതർ മാറൂലല്ലോ. അപ്പോൾ അതെന്താ, അതൊരു അനലോഗ് സിഗ്നലാണ്. കാരണം എന്താ, അത് പെട്ടെന്ന് പൊതുവേ കണ്ടിന്യൂസ് വാല്യൂസാണ് വരിക. ഓക്കെ, ചേഞ്ചസ് ഇങ്ങനെ സ്മൂത്ത്ലി വരുള്ളൂ. പെട്ടെന്നൊരു വാല്യൂവിൽ ഭയങ്കര ഡിഫറെൻറ്റ് റേഞ്ചിലൊന്നും ചേഞ്ച് ചെയ്യൂല. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ ഗിവൺ റേഞ്ച്. അപ്പം ഒരു ഗിവൺ റേഞ്ചിൽ ഏതൊരു വാല്യൂ ആണ് അതുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻസ്, സൗണ്ട് വേവ്സ്, ഹ്യൂമൻ വോയിസ്, ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഒരു അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്.
അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയാണല്ലോ അനലോഗ് സിഗ്നലിൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. ഓക്കെ, ഓർമ്മല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, അത് ഈ അനലോഗ് സിഗ്നലിൻ്റെ പോലെയല്ല. അതെങ്ങനെയാണ്, പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, അത് ഒരു എന്താ പറയുക, ഒരു ഫിക്സ്ഡ് വാല്യൂൻ്റെ ഉള്ളിൽ അതിങ്ങനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഇത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് ഈ ഡിജിറ്റൽ സിഗ്നലിൽ ഉണ്ടാവുക. ഓക്കെ, എ ഡിജിറ്റൽ സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ബൈനറി ഡിജിറ്റ്സ് 0 and 1. ഡിജിറ്റൽ സിഗ്നൽസ് ആർ ഈസിയർ ടു പ്രോസസ്, സ്റ്റോർ ആൻഡ് ട്രാൻസ്മിറ്റ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഡാറ്റയിൽ പെട്ടതാണ്. അതായത് കമ്പ്യൂട്ടറിന് ബൈനറി ഡിജിറ്റ്സ് 0, 1 അങ്ങനത്തെ ഡിജിറ്റ്സ് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അതിനൊക്കെ ഉള്ളതാണ് ഈ ഡിജിറ്റൽ സിഗ്നൽ. ഇപ്പം ഓൺ ഓഫിനൊക്കെ നമ്മൾ 1, 0, 1 ആണെങ്കിൽ ഓൺ, 0 ആണെങ്കിൽ ഓഫ്, അതൊക്കെ അറിയാമല്ലോ. അതേപോലെ. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഇങ്ങനെ വരും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ കണ്ടിന്യൂസ് അല്ലാത്ത ഇതാണ് ഡിസ്ക്രീറ്റ്. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ ഡാറ്റ, ഡിജിറ്റൽ ക്ലോക്ക്, അതേപോലെ മൈക്രോ കൺട്രോളർ സിഗ്നൽസ്, ഇതൊക്കെയാണ് ഡിജിറ്റൽ സിഗ്നലിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ ഈ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അതായത് 0, 1 അങ്ങനത്തെ വാല്യൂസാണ് വരിക. ഓക്കെ, കമ്പ്യൂട്ടേഴ്സിന് കാൽക്കുലേഷൻസ് ഒക്കെ ഈസിലി പെർഫോം ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് ഈസിലി ട്രാൻസ്മിറ്റബിളൊക്കെ ആണ് ഈ ഡിജിറ്റൽ സിഗ്നൽസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് സിഗ്നൽ പ്രോസസ്സിംഗ് ആണ് പറയുന്നത്. ഇംപ്രൂവ്സ് മെഷർമെൻറ്റ് ആക്യുറസി, റെഡ്യൂസസ് ദ എഫക്റ്റ് ഓഫ് നോയ്സ്, പിന്നെ എനേബിൾസ് ഡിജിറ്റൽ പ്രോസസ്സിംഗ് ഓഫ് റിയൽ വേൾഡ് സിഗ്നൽസ്, പിന്നെ കൺട്രോൾ ആപ്ലിക്കേഷൻസിനെയും അതേപോലെ മോണിറ്റർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, this is the advantages of signal processing. Next, coming to application of signal processing. Okay, so signal processing ആപ്ലിക്കേഷൻ്റെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് പറയുന്നുണ്ട്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമുക്കറിയാം, കുറേ ECG അങ്ങനത്തെ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇപ്പോൾ നമ്മളെ ഫോണിലൊക്കെ ഇപ്പോൾ നമ്മൾ വോയിസ് പറയുമ്പോൾ അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഈ കാർ എയർ ബാഗ് സിസ്റ്റമൊക്കെ എന്താ ഒരു മൈക്രോ കൺട്രോളറാണ്. അതൊക്കെ ഒരു ഈ സിഗ്നൽ കൺവേർഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ വീഡിയോ ആൻഡ് ഓഡിയോ പ്രോസസ്സിങ്, എംബെഡ് സിസ്റ്റം, IoT ഡിവൈസസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ IoT ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഡോറുണ്ട്. അപ്പോൾ ആ ഡോറ് താനെ ആൾക്കാർ വരുമ്പോൾ ഓപ്പൺ ആവും, ക്ലോസ് ആവും, അങ്ങനെ 2 സ്റ്റേറ്റ് ആണല്ലോ ഉള്ളത്. ഓക്കെ, സോ അതൊക്കെ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. So signal processing is the process of improving, analyzing and converting signals to obtain useful information. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് ട്രാൻസ്ഡ്യൂസേഴ്സിലും മെഷർമെൻറ്റ് സിസ്റ്റത്തിലും അതേപോലെ എംബെഡ് സിസ്റ്റത്തിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഈ സിഗ്നൽസൊക്കെ ആക്യുറേറ്റ് ആക്കാനും റിലയബിൾ ആക്കാനും പിന്നെ ഫർദർ പ്രോസസ്സിങ്ങിനൊക്കെ യൂസ്ഫുൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൺവേർഷൻ ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ റിയൽ വേൾഡിലൊക്കെ അനലോഗ് സിഗ്നൽസ് ആണ്. ആൻഡ് കമ്പ്യൂട്ടറിന് ഏതാ മനസ്സിലാവുക? ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അപ്പോൾ ഈ നമ്മൾ ഈ എൻവയോൺമെൻറ്റിലുള്ള ഈ സിഗ്നൽസിനെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടക്കണം. ഓക്കെ, അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ആക്കിയാലേ അത് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മുകളിൽ പറഞ്ഞ പോലെ തന്നെ അനലോഗ് സിഗ്നൽസും ഡിജിറ്റൽ സിഗ്നൽസും ജസ്റ്റ് ഓവറോൾ പറയേണ്ടത്. ഓക്കെ, അനലോഗ് സിഗ്നൽസ് കണ്ടിന്യൂസ് സിഗ്നൽസ് whose values changes smoothly with time. Okay, it can take any value within a given range. Therefore ഒരു finite number of possible values ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത് കണ്ടിന്യൂസ് സിഗ്നൽസ് ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി ഓർ ഫേസൊക്കെ വെച്ചിട്ട് അത് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, സോ ഡിജിറ്റൽ പോലല്ല, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗിവൺ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇതുണ്ടാവുക. ഓക്കെ, സോ ഇത് നാച്ചുറൽ ആൻഡ് റിയൽ വേൾഡ് ഫിനോമിനേഴ്സൊക്കെ കോമൺലി ആണ്, അനലോഗ് സിഗ്നൽസ് ആണ് കോമൺലി ഉണ്ടാവുക. സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഏത് വാല്യൂം ഒരു സ്പെസിഫിക് റേഞ്ചിനുള്ളിൽ ഇതിനെ അസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ റിയൽ വേൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസൊക്കെ ഈ അനലോഗ് സിഗ്നൽസ് ആണ്. പിന്നെ റിയൽ വേൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ അനലോഗ് സിഗ്നൽസൊക്കെ എന്താണ്, ഈ കൺവേർഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻ പറയുന്നത് തെർമോമീറ്റർ, ഹൈറ്റ് ഇൻ മെർക്കുറി തെർമോമീറ്റർ പറയുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ മെർക്കുറി കോളം ഇൻക്രീസസ് ഓർ ഡിക്രീസസ് കണ്ടിന്യൂസ്ലി വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഇതതിൻ്റെ ഒരു ഇതാണ്. പിന്നെ കാർ സ്പീഡോമീറ്റർ, അതായത് കാറിൻ്റെ ആ നീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സ്പീഡോമീറ്റർ ഇല്ലേ? ഓക്കെ, സോ അത് സ്പീഡിനനുസരിച്ചാണ് ആ നീഡിൽ മൂവ് ചെയ്യുക. പിന്നെ മൈക്രോഫോൺ, നമ്മളെ വോയിസിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരിക. പിന്നെ ECG, ഹ്യൂമൻ ഹാർട്ട് ബീറ്റിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ടൈം വെച്ചിട്ട് ആ അനലോഗ് സിഗ്നൽ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് അനലോഗ് സിഗ്നൽ എന്താ? ആക്യുറേറ്റ് ആണ്. നാച്ചുറൽ ഫിനോമിനൻസ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് അത് കാണിക്കും. പിന്നെ ജനറേറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനൊക്കെ ഈസിയാണ്.
നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്താ, എന്തെങ്കിലും നോയ്സോ ഡിസ്ട്രോഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം അതിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ. പിന്നെ ട്രാൻസ്മിഷൻ്റെ സമയത്തൊക്കെ ക്വാളിറ്റി ഇങ്ങനെ കുറയും. അതറിയാലോ നമുക്ക്, വീഡിയോ ഓഡിയോ ഒക്കെ ക്വാളിറ്റി കുറയണം. പിന്നെ ആപ്ലിക്കേഷൻസ് എന്താ, ഓഡിയോ സിസ്റ്റത്തിൽ, ടെമ്പറേച്ചർ മെഷർമെൻറ്റിൽ, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, ഇൻഡസ്ട്രിയൽ സെൻസേഴ്സൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. ഓക്കെ. നെക്സ്റ്റ് ഡിജിറ്റൽ സിഗ്നൽ എന്താ, ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂ, അതായത് ഇപ്പോൾ ബൈനറി നമ്പേഴ്സ് 0, 1 അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ. സോ ഇത് ഡിസ്റ്റിങ് സ്റ്റെപ്പിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. ഈ ഡിജിറ്റൽ സിഗ്നൽസ് സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. അതിൻ്റെ ക്വാളിറ്റി ഒന്നും കുറയാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, കൺസിസ്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂസ്, യൂഷ്വലി ബൈനറിയിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക 0, 1 ഒക്കെ. പിന്നെ നോയ്സ് ഒന്നും അധികം ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ ഈസിയാണ്. ആൻഡ് ഓൾസോ കമ്പ്യൂട്ടേഴ്സിലും എംബെഡഡ് സിസ്റ്റത്തിലൊക്കെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ഇസ് എക്സാമ്പിൾസ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽസ്. ഡിജിറ്റൽ സിഗ്നൽ എക്സാമ്പിൾ എന്താ, ലൈറ്റിൻ്റെ ഒരു സ്വിച്ച്, അതായത് ഓൺ ഓഫ്, അങ്ങനെ 2 ഡിജിറ്റൽ വാല്യൂസ് ആണല്ലോ ഉണ്ടാവുക. ആ 1ഉം 0 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഡോർ സെൻസർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓപ്പൺ ക്ലോസ് ആണ് ഉണ്ടാവുക, 2 സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. പിന്നെ കമ്പ്യൂട്ടർ ഡാറ്റാസ് ബൈനറിയിലാണ് 0, 1 അങ്ങനെയാണ് ഉണ്ടാവുക. ഡിജിറ്റൽ ക്ലോക്ക് ഇങ്ങനെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുക. ഡിജിറ്റൽ സിഗ്നൽസ് വെച്ചിട്ടാണ് ഡിജിറ്റൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അഡ്വാൻറ്റേജസ് എന്താ, നോയ്സിനോട് ഹൈലി ഇമ്മ്യൂണാണ്, ഈസിലി സ്റ്റോറേജ് ആണ്, പിന്നെ ഈസി ട്രാൻസ്മിഷൻ ആണ്, അതേപോലെ തന്നെ ഹൈ റിലയബിൾ ആണ്, പിന്നെ എൻക്രിപ്ഷനൊക്കെ നമുക്ക് ഇതിൽ ഈസിലി പോസിബിൾ ആണ്. ഓക്കെ. പിന്നെ ആപ്ലിക്കേഷൻസും ഡിസഡ്വാൻറ്റേജസും ആണ് ഇവിടെ പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്താ, റിയൽ വേൾഡ് സിഗ്നൽസ് നമ്മൾ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. ഡിജിറ്റൽ ബെറ്റർ ആണ്, പക്ഷേ ആദ്യം അനലോഗിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യണം, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന് അനലോഗ് ഡാറ്റ വേണം, അതേപോലെ തന്നെ കുറേ എക്സ്റ്റേണൽ സർക്യൂട്ടറീസും കൺവേർഷനും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം. ഓക്കെ. പിന്നെ ആപ്ലിക്കേഷൻസ് എന്താ, കമ്പ്യൂട്ടേഴ്സിലും ലാപ്ടോപ്സിലും ഫോണിലൊക്കെ ഈ ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. എംബെഡഡ് സിസ്റ്റത്തിലും മൈക്രോ കൺട്രോളേഴ്സിലൊക്കെ, പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ഡിജിറ്റൽ ക്യാമറാസും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അങ്ങനെ ഡിജിറ്റലി ഇംപ്രൂവ് ആയിട്ടുള്ള തിങ്സിലൊക്കെ ഡിജിറ്റൽ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. ഓക്കെ. അപ്പോൾ ഇത് ഈ മൊഡ്യൂളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ തുടങ്ങുന്നത്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്താ മെയിൻ തുടങ്ങുന്നത്. ഓക്കെ. സോ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. അപ്പം ഈ അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ വേൾഡിലായിട്ടുള്ള തിങ്സാണ് അനലോഗിൽ. ഡിജിറ്റൽ ആണെങ്കിലോ കമ്പ്യൂട്ടറാണ്. ഓക്കെ. അപ്പോൾ ഈ അനലോഗ് റിയൽ വേൾഡ് തിങ്സിന് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ യൂസ് ചെയ്യണത്. ഓക്കെ. അപ്പം ADC എന്ന് പറയുക അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്. ഓക്കെ. സോ ദിസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ദാറ്റ് കൺവേർട്ട്സ് ആൻ അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ADC. ഓക്കെ. അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ. സോ ADC എന്ന് പറയും, അതേപോലെ A/D എന്ന് പറയും, A/D എന്ന് പറയും. അപ്പോൾ എക്സാമിനൊക്കെ ചിലപ്പം ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു പേരാവും വരെ, ADC, A or D, A/D. Okay. So it is an electronic device that converts an analog signal into a digital signal. It transforms continuously varying analog data into discrete digital values that can be processed, stored, and transmitted by digital systems such as computer, microcontrollers, and embedded devices. Okay. അതിലെന്താ പറയണത്, അതായത് ഇതെങ്ങനെയാണ് കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിട്ടുള്ള അനലോഗ് ഡാറ്റനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക ഈ ADC. ഓക്കെ. എന്നിട്ട് ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. കമ്പ്യൂട്ടേഴ്സിനും മൈക്രോ കൺട്രോളേഴ്സിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ ആക്കി മാറ്റുകയാണ് ഈ ADC ചെയ്യണത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മളെടുക്കുക, നമ്മളൊരു ടെമ്പറേച്ചർ സെൻസർ. ഓക്കെ. അപ്പോൾ ഒരു ടെമ്പറേച്ചർ സെൻസർ ഒരു 2.3 അങ്ങനെ ഒരു വോൾട്ട് തന്ന്. അപ്പോൾ ഇത് ഈ 2.3 എന്നുള്ള വാല്യൂ ഒന്നും ആർക്ക് മനസ്സിലാവില്ല, ഒരു മൈക്രോ കൺട്രോളറിന് മനസ്സിലാവില്ല. ഓക്കെ. അതിനെന്താ 0സും 1സും മാത്രമേ മൈക്രോ കൺട്രോളറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താക്കും, ഈ ADC ഈ 2.3 എന്നുള്ള വാല്യൂവിനെ എന്താക്കും, കൺവേർട്ട് ചെയ്യും, ഒരു ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഈ ADC. ഓക്കെ. അപ്പോൾ ഈ അനലോഗ് ആയിട്ടുള്ള ഡാറ്റനെ ഡിജിറ്റലാക്കി, അതായത് ഒരു ബൈനറി നമ്പറാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സറിന് അത് മനസ്സിലാവും. ഓക്കെ. അതിനാണ് ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്യണത്. ഓക്കെ. സോ സിൻസ് കമ്പ്യൂട്ടേഴ്സ്, മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് ഡിജിറ്റൽ സിസ്റ്റംസ് ഇവർക്കൊക്കെ എന്താ ഡിജിറ്റൽ ഡാറ്റ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ADC ഈ റിയൽ വേൾഡ് അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഫംഗ്ഷൻ ഓഫ് ADC. ആക്സെപ്റ്റ്സ് അനലോഗ് സിഗ്നൽ. ഫംഗ്ഷൻ എന്താ, അനലോഗ് സിഗ്നലാണ് ഇൻപുട്ടായിട്ട് എടുക്കുക. പിന്നെ സാമ്പിളിങ്. ഓക്കെ. സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇങ്ങനെ അനലോഗ് സിഗ്നൽസിനെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ മെഷർ ചെയ്യുക. ഓക്കെ. സാമ്പിൾ
അപ്പോൾ samples the signal at regular intervals. Okay. ദെൻ ക്വാണ്ടൈസേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. സാമ്പിൾഡ് വാല്യൂനെ ഡിജിറ്റൽ കോഡാക്കുക, അതിന് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്നും പറയും. ഓക്കെ. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ ഔട്ട്പുട്ട്, ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടിന് ഇവിടെ ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ADC. നെക്സ്റ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ADC. സോ എനേബിൾസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൻസേഴ്സ് ആൻഡ് ഡിജിറ്റൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഈ സെൻസേഴ്സ് റിയൽ വേൾഡ് തിങ്ങനെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ, അതേപോലെ സ്റ്റോറേജിന്, റിയൽ വേൾഡ് ഡാറ്റൻ്റെ ഒക്കെ സ്റ്റോറേജിനും പ്രോസസ്സിങ്ങിനും, പിന്നെ അതേപോലെ തന്നെ എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാം. എംബഡ് സിസ്റ്റത്തിൽ, IoTസിൽ, അതേപോലെ വേരിയസ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൽ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ആപ്ലിക്കേഷൻ, അതായത് എക്സാമ്പിൾ പറയുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ. അതെന്താ, ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് ADC കൺവേർട്ട് ചെയ്യുമ്പം അതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലൊരു ഡാറ്റ ആയി വരും. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിലോ നമ്മളിപ്പോൾ ഒരു വോയിസ് മൈക്രോഫോണിലേക്കാണ് പറയുക, അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ വോയിസ് ആയിട്ട് മാറും. ഇപ്പോൾ മെഡിക്കൽ എക്യുപ്മെൻ്റ് ആണെങ്കിലോ ഒരു ECG എടുക്കും, അതെന്താക്കും കമ്പ്യൂട്ടറിൽ നമുക്ക് ഡാറ്റ ആയിട്ട് കാണും. ഇതൊക്കെ ഈ ഡിജിറ്റൽ സിഗ്നൽ കൺവേർഷൻ്റെ എക്സാമ്പിൾസ് ആണ്, ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, so coming to the next topic, the next one is techniques of analog to digital conversion. Okay, so ഈ analog to digital conversion യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ മെയിനായിട്ട് 3 ഒന്ന് പൾസ് കോഡ് മോഡുലേഷൻ, പിന്നെ ഡെൽറ്റ മോഡുലേഷൻ, പിന്നെ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. ഓക്കെ, സോ ഇത് 3 മെയിനായിട്ടുള്ള കൺവേർഷൻ ടെക്നിക്സ്. ഓക്കെ, സോ നമ്മൾ ADC എന്താ, ഡിജിറ്റൽ എന്താ, അനലോഗ് എന്താന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ ഈ ഓരോന്നെന്താ നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് പൾസ് കോഡ് മോഡുലേഷൻ. പൾസ് കോഡ് മോഡുലേഷൻ ആണ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ADC ടെക്നിക്ക്. ഓക്കെ, സോ ദിസ് ഇസ് പൾസ് കോഡ് മോഡുലേഷൻ. സോ ഇറ്റ് ഈസ് ദ കോമൺലി യൂസ്ഡ് ടെക്നിക് ഫോർ ADC കൺവേർഷൻ. ഓക്കെ, ഈ ഓഡിയോ റെക്കോർഡിങ്ങിൽ, കമ്പ്യൂട്ടേഴ്സിൽ, ഡിജിറ്റൽ ഫോൺസ് അങ്ങനത്തേലൊക്കെ കൂടുതലും ഈ PCM ആണ് ടോപ്പ്. പൾസ് കോഡ് മോഡുലേഷനും PCM യൂസ് ചെയ്യാം. Okay, so pulse code modulation is the most widely used technique for converting an analog signal to digital signal. Okay, ഒരു ബേസിക് മെത്തേഡാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും കമ്പ്യൂട്ടേഴ്സിലും ഓഡിയോ റെക്കോർഡിങ്ങിലൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇൻ PCM കണ്ടിന്യൂസ് വേരിങ് അനലോഗ് സിഗ്നൽ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. അതായത് ഒരു ഡിസ്ക്രീറ്റ്, ഒരു സീക്വൻസ് ഓഫ് ബൈനറി നമ്പർ ആക്കി മാറ്റും. ഈ കൺവേർഷനിൽ മെയിനായിട്ട് 3 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഈ PCM എന്ന് പറഞ്ഞാൽ എന്താണ്, പൾസ് കോഡ് മോഡുലേഷൻ. ഈ പൾസ് കോഡ് മോഡുലേഷനിൽ അണ്ടറിൽ 3 ഉണ്ട്, വിച്ച് ഇസ് സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ, ദെൻ എൻകോഡിങ്. ഓക്കെ, സോ ഈ പൾസ് മോഡ്, അതായത് ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. പൾസ് കോഡാണ് ആദ്യത്തെ മെത്തേഡ്. ആ പൾസ് കോഡിൻ്റെ ഉള്ളിൽ വരുന്ന 3 സബ് മെത്തേഡുകളാണ് സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ ആൻഡ് എൻകോഡിങ്. ഓക്കെ, so need of PCM. So PCM real world signals such as sound, temperature, pressure, light etc. ഇതൊക്കെ അനലോഗ് ആണ് നേച്ചറിൽ. സോ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, PCM ആണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. സോ ഈ PCM മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഡെൽറ്റ മോഡുലേഷൻ. അതൊന്ന് നമ്മൾ ഈ കൺവേർഷൻ നടത്തുന്നത് പൾസ് കോഡ് മോഡുലേഷൻ വെച്ചാണ്. ഓക്കെ, സോ ഡെൽറ്റ പറയുന്നത് എന്താ, ഒരു കംപ്ലീറ്റ് സിഗ്നൽ മാറ്റുന്നതിന് പകരം ചേഞ്ചസ് ലൈക്ക് 2 നിയറസ്റ്റ് സാമ്പിൾസൊക്കെയാണ് ജസ്റ്റ് ഡെൽറ്റയിൽ ചേഞ്ച് ചെയ്യുക. ഓക്കെ, പിന്നെ അഡാപ്റ്റീവ് ഡെൽറ്റ ആകുമ്പോഴോ അത് ഡെൽറ്റൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഓക്കെ, സോ പൾസ് കോഡ് മോഡുലേഷൻ പറഞ്ഞു. സോ സ്റ്റെപ്സ് ഇൻ പൾസ് കോഡ് മോഡുലേഷൻ എന്താണ്, ഈ സാമ്പിളിങ്, ക്വാണ്ടൈസേഷൻ, എൻകോഡിങ്, ഈ 3 സ്റ്റെപ്പാണ് PCMലുള്ള മെയിൻ സ്റ്റെപ്സ്. ഓക്കെ, PCM ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ കമ്പോണൻസ് ഓഫ് ദിസ് PCM. സോ ഈ കമ്പോണൻസിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് കാണാം. ഒരു അനലോഗ് സിഗ്നലിനെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും അല്ലേ. ആ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന അനലോഗ് സിഗ്നൽ PCM എൻകോഡറിൻ്റെ ഉള്ളിലേക്കാണ് കൊടുക്കുക. ഓക്കെ, ദിസ് ഇസ് PCM എൻകോഡർ ഹിയർ ഇൻ ദ മിഡിൽ. ഓക്കെ, സോ PCM എൻകോഡറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും എൻകോഡിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, ഹിയർ വി ഗെറ്റ് ഡിജിറ്റൽ ഡാറ്റ. ഓക്കെ, സോ അനലോഗ് ഡാറ്റനെ എടുത്തിട്ട് ഡിജിറ്റൽ ഡാറ്റ ആക്കി കൺവേർട്ട് ചെയ്യും. എന്തിൻ്റെ ഉള്ളിലേക്ക് ഇടും, PCM എൻകോഡറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുക. ഓക്കെ, so this is the diagram given here of the PCM. Okay, so before mainly explaining the PCM, let's look what is a low pass filter. Okay, low pass filter മുമ്പ് കേട്ടണോ, low pass filter എന്താന്നൊക്കെ. ഓക്കെ, സോ വാട്ട് ഈസ് മെയിൻലി ലോ പാസ് ഫിൽട്ടർ. സോ ഈ ഒരു എന്താ പറയുക, ഒരു സാമ്പിളിങ്ങിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ലോ പാസ് ഫിൽട്ടർ. ഓക്കെ, സോ
നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഒരു നോയ്സി സിഗ്നൽ ഉണ്ട്. അപ്പോൾ ഒരു നോയ്സി സിഗ്നൽ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താക്കും, ഇതിൻ്റെ ഡിജിറ്റൽ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും, നോയ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു നോയ്സി ആയിട്ടുള്ളൊരു സാധനം റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവും നോയ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വീഡിയോയിൽ റെക്കോർഡായിട്ട് വരും. ഓക്കെ, സോ നമുക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ഹൈ ഫ്രീക്വൻസി നോയ്സുകൾ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, സോ ഈ റിമൂവ് ചെയ്യാൻ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട്, നോയ്സുകൾ, അൺവാണ്ടഡ് ഡിസ്റ്റർബൻസസ് ഒക്കെ റിമൂവ് ചെയ്യാനാണ് ഈ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ അൺവാണ്ടഡ് ഹൈ ഫ്രീക്വൻസി നോയ്സസുകൾ റിമൂവ് ചെയ്യാനുള്ള ജോബ് റോളാണ് ആരത്, ലോ പാസ് ഫിൽറ്ററിനത്. ഓക്കെ, സോ low pass filter is an electronic circuit that allows low frequency signal to pass through. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതിനേക്കാളും ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ചുറ്റുണ്ടാവുമല്ലോ. അപ്പം എന്തെങ്കിലും നോയ്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഹൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽസ് മാത്രം പാസ് ചെയ്യും. ഓക്കെ, that allows low frequency signal to pass through while blocking or reducing high frequency signal. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നലിനെ ബ്ലോക്ക് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ മാത്രം കടത്തി വിടും. അതാണ് ലോ പാസ് ഫിൽറ്റർ, ലോ ആയിട്ടുള്ളതിനെ പാസ് ചെയ്യും. ഓക്കെ, so it is an important component in the ADC process. Okay, so before an analog signals is sampled അപ്പോൾ സാമ്പിളിങ് ക്വാണ്ടൈസേഷൻ എൻകോഡിംഗ് ആണ് മെയിൻ മെത്തേഡ്. അപ്പോൾ സാമ്പിളിങ്ങിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഈ അൺവാണ്ടഡ് ഹൈ ഫ്രീക്വൻസീസിനെ റിമൂവ് ചെയ്യും. അതായത് ഫസ്റ്റ് ലോ പാസ് ഫിൽറ്റർ ചെയ്യും സാമ്പിളിങ്ങിൻ്റെ മുന്നേ തന്നെ. ഓക്കെ, സോ ഈ അൺവാണ്ടഡ് ഫ്രീക്വൻസീസ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താക്കുക, നമുക്ക് ഈ സാമ്പിളിങ്ങിലുള്ള എററൊക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ലോ പാസ് ഫിൽറ്റർ ആദ്യം ചെയ്യും, സാമ്പിളറിൻ്റെ മുമ്പേ ഈ ലോ പാസ് ഫിൽറ്റർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നീഡ് ഓഫ് ലോ പാസ് ഫിൽറ്റർ എന്താ, മെയിൻ പർപ്പസ് എന്താ, റിമൂവ് അൺവാണ്ടഡ് ഹൈ ഫ്രീക്വൻസി നോയ്സസ്, പിന്നെ ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് സിഗ്നൽ കൂട്ടുക. ഓക്കെ, പിന്നെ പ്രിവെൻറ്റ് ആലിയൈസിങ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഫ്രീക്വൻസി ഭയങ്കര ലോ ആണ്. ഓക്കെ, നമ്മളെ സാമ്പിളിങ് ഫ്രീക്വൻസി ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണത്. ഓക്കെ, പിന്നെ ആക്യുറസി കൂട്ടും, അതേപോലെ ഇതിൻ്റെ വാല്യൂസൊക്കെ കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂസൊക്കെ കൊണ്ടുവരും. ഓക്കെ, സോ വർക്കിംഗ് ഓഫ് എ ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ അലൗസ് സിഗ്നൽ ബിലോ എ സെർട്ടൈൻ ഫ്രീക്വൻസി. ഓക്കെ, അപ്പം ഒരു ത്രഷോൾഡ് പോലെ സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സെർട്ടൈൻ ഫ്രീക്വൻസിൻ്റെ താഴെയുള്ളതിനാണ് ഇത് കടത്തി വിടുക. അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസി, ത്രഷോൾഡിനല്ല കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, സോ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസീൻ്റെ എന്താ പറയുക, കുറച്ച് അതിനായിട്ട് ഇതുള്ളത് കടത്തി വിടും. ഓക്കെ, അതിനെക്കാട്ടും ഹയർ ഫ്രീക്വൻസി ഉള്ളതിന് എന്താക്കും, കട്ട് ഓഫിനെക്കാട്ടിയും ഹയർ ഫ്രീക്വൻസി ഉള്ളതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. ദിസ് ഇസ് എ റോൾ ഓഫ് ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, സോ ഈ ലോ പാസ് ഫിൽറ്ററിന് എന്ത് റോളാണ് ADCയിൽ എന്ന് വെച്ചാൽ, ഈ അനലോഗ് സിഗ്നൽ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ലോ പാസ് ചെയ്യും, എന്നിട്ടാണ് സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും എൻകോഡിങ്ങും ഒക്കെ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിജിറ്റൽ ഡാറ്റ കിട്ടും. മനസ്സിലായില്ലേ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ലോ പാസ് ഫിൽറ്റർ? ഓക്കെ.